അവിടെ ഇരുന്ന് കളിക്ക് തക്കിളി. ഭക്ഷണം കഴിക്കാനായിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞതോ കേൾക്കണ്ട. അമ്മ ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഇങ്ങോട്ട് വരൂന്ന്. ഇനി കരഞ്ഞ നിന്നെ കൊണ്ടുപോയി ഞാൻ കുത്തിവെപ്പിക്കും. വേണോ? ചുമ്മാ അമ്മ വന്ന് പോരെ. ദൈവമേ, അമ്മ അങ്ങോട്ട് കേറട്ടെ. അമ്മ വരട്ടെ. ഒന്നുമില്ല, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. കുഴപ്പമില്ലല്ലോ. എന്താ ഡോക്ടർ പറഞ്ഞേ? എന്താ ആവാൻ, രൂപ 10,000 പോയി കിട്ടി. എടാ കാശ് പോയ പോട്ടെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലോ. ഇപ്പൊ എങ്ങനെ ഇപ്പൊ തലകറങ്ങി വീണ്? എന്താണ്ടായി? എന്താ അവൾക്ക് പറ്റിയേ? അവള് തടി കുറയ്ക്കാനുള്ള ശ്രമത്തില. തടി കുറയ്ക്കേ? അതിനെന്താ പട്ടിണി കിടന്നു. എന്റെ അമ്മാവ തടി കുറയ്ക്കാൻ വേണ്ടിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാണ്ടായിട്ട് എത്ര ദിവസമായി ചോദിച്ചു നോക്ക്. ഭക്ഷണം കഴിക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ തല ഇറങ്ങി വീഴൂലേ? നീ എന്ത് കാര്യത്തിനാ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ നടന്നത് 2-3 ദിവസം? അല്ല, വല്ല കാര്യമുണ്ടാ? ഒരു കൊച്ചിന് സമയത്ത് വല്ലതൊക്കെ വെച്ച് വിളമ്പി കൊടുക്കണം നിനക്ക് അറിയാമായിരുന്ന. ഞാൻ അവിടെ ചെല്ലുമ്പോഴൊന്നും അവിടെ ആഹാരവും ഇല്ല, ഒന്നുമില്ല. എന്തോന്ന് കാര്യം ചോദിച്ചാൽ മിണ്ടത്തില്ല. ഞാൻ കോലം കെട്ടില്ലേ ആഹാരം സമയത്ത്? ഇവൾക്ക് തടി കൂടുതലാന്ന് ആരാ പറഞ്ഞേ? ഞാനോ? ഞാൻ എപ്പോ പറഞ്ഞു തങ്കം? ഞാൻ എന്തോ പറഞ്ഞു തങ്കം? അയ്യോ, ഇത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നോണയമ്മാവാ, കഴിഞ്ഞ ദിവസം ക്ലീറ്റോന്റെ പാർട്ടിയില് രണ്ടിനും കല്യാണം ഉണ്ടായി. ഞാൻ പറഞ്ഞു എന്താ എന്നെ കൊണ്ടാവുന്നെന്ന് വെച്ചപ്പോ പറയാണ് നിന്നെ കൊണ്ടാവുന്നാണാവും, നീ സാരി എടുത്താ കാണേണ്ട കോലാണ്, പറയെടുക്കാൻ നിൽക്കണ കുട്ടിയാനെ പോലെ ഞാനിരിക്കും. അയ്യോ, ഒരു തമാശ പറയാൻ. നീയും പറയണ്ട, നീ എന്നെ പറഞ്ഞല്ലോ. ഇവിടെ ചെല്ലടാ എന്നോട് പറഞ്ഞു. എന്ത്? നീയല്ല എന്നോട് പറഞ്ഞു എന്നെ കാണാൻ കൊള്ളൂല, ഇവിടെ നിങ്ങോട് വക്കോത്തുറു പോലെ ഇരിക്കണേന്ന്. എന്റെ പൊന്ന് നാത്തൂനെ, ഇവര് തമാശക്ക് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞ് ഈ പട്ടിണി കിടക്കേണ്ട വല്ല കാര്യം? ഇവരെന്നെ എന്തൊക്കെ കളിയാക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് തടിയൊന്നും കുറച്ചില്ലല്ലോ. അതിനെക്കാളും വേണം കുറവാന്ന് പറഞ്ഞല്ലോ. ആരാ പറഞ്ഞേ? ശരിക്കും എന്റെ പകുതിയേ ഉള്ളൂ. നീ ജമന്തി ഒന്ന് നേരെ നോക്കിയ കീലുപാട്ട പോലെ ഇരിപ്പുണ്ട്. എന്നെ കണ്ടപ്പോ പെൻസിൽ പോലെ പിന്നല്ലേ. ഒന്നാമത് നിങ്ങളെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഈ റോഡിൽ ഇറങ്ങിയിട്ട് കുട്ടികൾ സ്ലിം ആയി നടക്കണത്, പല ഡ്രസ് ഇട്ട് നടക്കണത് കണ്ടുവന്നിട്ട് അതുപോലെ നിങ്ങളുടെ ഭാര്യമാര് നടക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റുമോ? അമ്മാവാ, എന്നിട്ട് പറയാട്ടോ, വീട്ടില് ഞാനൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലോട്ട് കേറി വരാനും കൂടി തോന്നൂല. അത് എന്നോടും പറഞ്ഞ അമ്മാവ. എന്തോന്നളിയാ പറയുന്നത്? അത് പറഞ്ഞ അമ്മാവ, അത് പറയാൻ പാടുമോ? ഇവിടെ മീനെ മാണാട് നീ എന്നോട് പറഞ്ഞില്ലേ? അമ്മാവ എന്താന്നറിയാമോ,
ഞാൻ പറഞ്ഞത് നമ്മൾ പുറത്ത് പോയിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ എവള് മീനൊക്കെ കട്ട് ചെയ്ത് ക്ഷീണിച്ച് അവളുടെ ആ ഒരു ഇരിപ്പുണ്ടല്ലോ അത് കാണുമ്പോൾ എനിക്ക് സഹിക്കൂലാന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും. അതെ അതെ, ആ മീനിന്റെ മണം നിനക്ക് തീരെ സഹിക്കില്ല. അത് സഹിക്കില്ല എന്ന് പറഞ്ഞാൽ അവളെ സഹിക്കില്ല തന്നെയല്ലേ. ഇനി ഇങ്ങനെ കളിയാക്കരുതെന്ന് പറയാമേ. ഞാൻ കാര്യമായിട്ട് പറയാണ്, ഇനി മേലിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത വർത്തമാനം ഇവിടെ പറയരുത്. അവൾക്ക് ആവശ്യമുള്ള സൗന്ദര്യമൊക്കെ ഉണ്ട്. അവൾക്ക് സൗന്ദര്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇനി മെലിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നത്തിന് പോലെ. എന്റെ തങ്കം, ഈ തടിയാണ് നിന്റെ ചന്തം, അതറിയോ കണക്ക്? വല്ലവരും പറയുന്നത് കേട്ടിട്ട് തടി കുറയ്ക്ക. അല്ല, നീ എന്നിട്ട് എങ്ങനെ ഈ തടി കുറച്ചത്? എന്താ ചെയ്ത് നീ? പറയ്. അവളാ അവളാ എന്നോട് പറഞ്ഞത്. എന്താ? നീയല്ലേ എനിക്ക് നമ്പർ എടുത്തു തന്നത് ഫേസ്ബുക്കിൽ നിന്ന്. അപ്പൊ നീയാണ് ഇതിന്റെ കാണിയല്ലേ? ഞാൻ അങ്ങനെ എടുത്തു തന്നല്ല. എന്നോട് ഏതോ കൂട്ടുകാരിക്കുന്നല്ലേ പറഞ്ഞത്. ഞാനായിരുന്നു. കണ്ട നാത്തുനാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കൂലായിരുന്നു ക്ലീറ്റ ചേട്ടാ. സത്യം. പക്ഷെ അത് നല്ല മരുന്ന. കൊറേ ആൾക്കാർ കൊറേ സിനിമാ നടികളുടെ വണ്ണം കുറഞ്ഞിട്ടുണ്ട്. നീ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ പോണ ഇല്ലല്ലോ? അതെ, ഇനി എങ്ങാനും നീ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഡോക്ടർ പറഞ്ഞത് നിനക്കറിയാലോ. ഇനി ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കുടലില് മറ്റേ ഇരുമ്പ് കമ്പി കുത്തി ഇറക്കേണ്ടി വരും. നിങ്ങൾ രണ്ടുകൂടെ ശ്രമിച്ചാൽ അതും നടക്കും. നിങ്ങൾ അങ്ങനെയല്ലേ ഒപ്പിച്ചു വെച്ചത് ഇവിടെ? പിന്നെ ഭർത്താക്കന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെടാ. എടി, ഈ കണ്ണി കണ്ടവര് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഓരോന്ന് എഴുതി വിടും. അതിന്റെ പിന്നാലെ നടന്ന ഇതുപോലെ ഉണ്ടാവും. അവിടെ പോയി മരുന്ന് കഴിക്കാണ്ട് എന്റെ സുന്ദരി കുട്ടി. ഈ മരുന്നും കണ്ടോ മക്കളെ? മരുന്ന് വാങ്ങിച്ചോടി. വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കേ, അപ്പൊ തന്നെ പകുതി അസുഖം മാറും. ചേച്ചേ, അവിടെ എന്തെങ്കിലും കഴിക്കണ്ട. എനിക്കും വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ആവാം. വാ ഏട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? എന്താണ്? ശരിക്കും എന്നെ കണ്ട ഗീലുപാട്ട പോലെ ഉണ്ടോ? ഏറെക്കുറെ.